കോഴിക്കോട് താമരശ്ശേരിയിൽ പട്ടാപ്പകൽ കട എറിഞ്ഞ് തകർത്തതായി പരാതി. പൂനൂർ സ്വദേശിനി മിനിയുടെ ലൈവ് കഫേ എന്ന കൂൾ ബാറാണ് തകർത്തത്. അക്രമം നടത്തിയ പരപ്പൻപേൽ സ്വദേശി നാസറിനെതിരെ കടയുടമ പോലീസിൽ പരാതി നൽകി. താമരശ്ശേരി പഴയ സ്റ്റാൻഡിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. കടയിലെ ജീവനക്കാരനായ ഷൈജൻ കട തുറന്നപ്പോഴാണ് പരപ്പൻപൊയിൽ സ്വദേശിയായ നാസർ കടയ്ക്ക് നേരെ കല്ലെറിഞ്ഞത്. കടയിലെ ഫ്രിഡ്ജ്, ചില്ല്, അലമാര, ഷോക്കേസ് എന്നിവയെല്ലാം കല്ലേറിൽ തകർത്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് കടയുടമയായ മിനി കട ഏറ്റെടുക്കുന്നത്. ഇയാൾ മുമ്പും ഇതേ കടയിൽ അക്രമം നടത്തിയിരുന്നു. എന്നാൽ അന്നത്തെ കട നടത്തിപ്പുകാരൻ പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല. രാവിലെ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു ആള് എന്തോ പഴയ എന്തോ പ്രശ്നക്കാരനാണ് പ്രശ്നങ്ങൾ പറയുന്നത്, എന്താ നമുക്കറിയില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട തുടങ്ങിയത്. ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് നാശമാക്കി ഇട്ടിരുന്നു അയാള്. ഞാൻ വന്നപ്പോൾ അയാൾ ഇവിടെ ഉണ്ട്. എന്താ പ്രശ്നം നമുക്ക് അറിഞ്ഞൂടാ. ജനുവരി 14-ാം തീയതി നാസറിന് ഈ കടയുടെ മുന്നിൽ നിന്നും ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയിരുന്നു. ഈ ആഭരണം ഉടമ എത്തിയാൽ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ കട നടത്തിപ്പുകാരനായ ബിനീഷിനെ ഏൽപ്പിച്ചു. ആഭരണം കളഞ്ഞു കിട്ടിയ വിവരം കടയ്ക്ക് മുന്നിൽ പേപ്പറിൽ എഴുതി ഒട്ടിക്കണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ കടയ്ക്ക് മുന്നിൽ എഴുതി പ്രദർശിപ്പിക്കാൻ ബിനീഷ് തയ്യാറായില്ല. പിന്നീടാണ് ആഭരണം കടക്കാരൻ വിൽപ്പന നടത്തിയെന്ന വിവരം നാസർ അറിയുന്നത്. പിന്നാലെ കടയിലെത്തിയ നാസർ കട നടത്തിപ്പുകാരനായ ബിനീഷിനെ ആക്രമിക്കുകയും ചെവി കടിച്ചു മുറിക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായാണ് മദ്യലഹരിയിലെത്തിയ നാസർ വീണ്ടും മിനിയുടെ കടയ്ക്ക് നേരെ അക്രമം നടത്തിയത്. സംഭവത്തിൽ മിനി താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.